ഇന്ന് നമ്മൾ ജിപ്സം ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു സീലിങ്ങിൽ വുഡിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ബേസ് കളറായിട്ട് അടിച്ചിരിക്കുന്നത് എൻസി പെയിൻ്റ് ആണ്. എസ്ഡിയുടെ ടീക്ക്. ഇത് ടീക്ക് സ്പെഷ്യലും വരുന്നുണ്ട്. രണ്ടിനും കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. പല കമ്പനികളും മാറുന്നതിനനുസരിച്ച് പല കളറായിരിക്കും. ചിലപ്പോൾ നമുക്കത് മാച്ച് ചെയ്യിക്കണമെങ്കിൽ വേറെ കളറുകളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബ്രൗൺ വൈറ്റൊക്കെ ആഡ് ചെയ്തിട്ട് മാറ്റേണ്ടി വരും. ഇത് നമ്മൾ സ്പ്രേയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം എൻസി പെയിൻറ് സ്പ്രേ ചെയ്യുമ്പോഴാണ് കൂടുതലും ഫിനിഷിങ്ങും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അടിച്ച് പോകാനായിട്ട് പറ്റുക. ബ്രഷിലടിക്കുമ്പോൾ നമുക്കത് കവറിങ് ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്ന പെയിൻ്റ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ഡൂറോത്തിൻ അടിക്കാം, എനാമൽ അടിക്കാം. അതൊക്കെ ബ്രഷിൽ അടിച്ച് വേണമെങ്കിൽ നമുക്ക് ബ്രഷിലും ചെയ്യാം. ഇത് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് എനാമൽ അടിച്ച് വരയ്ക്കുന്നതാണ്. കാരണം താമസമുള്ള വീടൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പെയിൻ്റായിട്ട് കംപ്ലയിൻറ്റ് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യേണ്ട ഒരു ഇതെന്നൊക്കെ പറയുന്നത് വർക്ക് ഒരുപാട് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള താമസമുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ ബ്രഷ് കൊണ്ട് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇത് ഇരുമ്പിൽ ചെയ്തിരിക്കുന്ന ജനലാണ്. അപ്പോൾ അതിന് നമ്മളൊരു റെഡിമെയ്ഡ് ഡോറുണ്ട് അവിടെ, റെഡ് കളറാണ്. അപ്പോൾ ഇത് ക്ലിയറിൽ സ്റ്റെയിൻ ചേർത്ത് അതിനെ ഒരു റെഡിഷ് കളറാക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചിരിക്കുന്നത്.